നേതാക്കൾ സഹകരിച്ചു. ജഡ്ജസിനെ മാക്സിമം പരാതിരഹിതമായിട്ടുള്ള വിധി നിർണ്ണയിക്കുന്നതിന് വേണ്ടി പറ്റുന്ന ജഡ്ജസിനെ തന്നെ കൊണ്ടുവന്നു. അത് സംസ്ഥാന ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ പല രൂപത്തിലുള്ള ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, പല രൂപത്തിലുള്ള നിരീക്ഷണം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ജഡ്ജസിനെ സ്വാധീനിക്കാനുള്ള ചില മാഫിയ സംഘങ്ങളുണ്ടല്ലോ, അവരെല്ലാം നിരീക്ഷണത്തിലായിരുന്നു. അവരെല്ലാം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇനി പറയാമല്ലോ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നിരീക്ഷണത്തിലായിരുന്നു. അവരെല്ലാം അനങ്ങിയാൽ അപ്പോ അവരെ അത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ള നിലയിലുള്ള നടപടിക്രമങ്ങൾ എടുത്തിരുന്നു. പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല നിലയിലുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ക്രമസമാധാന നില സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ. ചുരുക്കി പറഞ്ഞാൽ ശംഖുമുഖത്ത് കടൽ തീരമായതുകൊണ്ട് അവിടെ പോലും പോലീസിനെയും ലൈഫ് ഗാർഡിനെ ഇട്ടിരുന്നു. കാരണം കുട്ടികൾ വന്നിട്ട് ശംഖുമുഖം കാണാൻ വേണ്ടി പോയ വെള്ളത്തിൽ ചാടിയാൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കും. അങ്ങനെ ചെറിയ കാര്യം പോലും നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തു എന്ന് വേണം പറയുക. എന്തായാലും നിങ്ങളുടെ എല്ലാ സഹായത്തോടുകൂടി ഏറ്റവും ഗംഭീരമായി ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വർഷം ഏത് ജില്ലയിൽ വെച്ചാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏറ്റവും അത് 63 എണ്ണത്തിന്റെയും ഏതൊക്കെ ജില്ലയിലാണ് വെച്ച് ഏറ്റവും കൂടുതൽ നടന്നതെന്ന് നോക്കിയ ശേഷം നടത്താം. ഒരു ഗ്രാമ അന്തരീക്ഷമുള്ള ഒരു ജില്ലയിൽ വെച്ച് നടത്തണമെന്നൊരു പൊതു അഭിപ്രായം വന്നിട്ടുണ്ട്. സാറെല്ലാം നഗരങ്ങളിൽ വെച്ചാണ് നടത്തുന്നത്. അതെങ്ങനെയാണ് എന്ന് അതിന്റെ സൗകര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് അതെങ്ങനെ കഴിയും എന്ന് സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പരിഗണനയിലാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.